മാണിക്കക്കല്ലേ മൊഞ്ചത്തിപ്പൂവേ ചെമ്പക മല്ലിക വാസന റാണി കാർമുടി വണ്ടിറ പൂരകം ചൂടാൻ മർഹബാ. സൂപ്പർ, എന്തൊരു എനർജിയാണെന്നറിയാവോ. SBB അനുകരിച്ച് വന്നു എന്ന് അഫ്സൽക്ക പറയുമ്പോഴും വോയിസിൽ അഫ്സൽക്കയുടെ കുറെ ഐഡന്റിറ്റീസ് ഉണ്ട്. ചില സാധനങ്ങളൊക്കെ യോഡ്ലിംഗ്, അതായത് ജിന്ദഗി എക് സഫർ, അതിൽ പുള്ളി ഉള്ളടി ഉള്ളടി ഉള്ളടി, അത് തന്നെ SPB സാറ് CID മൂസയിലെ പാട്ടിലും ആ സാധനം ചെയ്തിട്ടുണ്ട്. പ്യാർ കിയാ അരെ പ്യാർ കിയാ തോ കായ്ക്കു ഡർനാ രേ തൂ. നമുക്കൊന്നും അങ്ങനെ ആകാൻ പറ്റില്ല. ഞാൻ SPB സാറിന്റെ പാട്ടുകൾ പറഞ്ഞതാണ്, പക്ഷെ പാട്ട് മാത്രമേ പാടുള്ളൂ. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഒന്നും നമുക്കില്ല. പാടുന്നതിന് ക്വാളിറ്റി ഇല്ല, അത് വേറെ കാര്യമുണ്ട്. ഇടഞ്ഞാൻ ഉടവാളെടുക്കും ഉണ്ണിയാഴ്ച ഞാൻ, ഓ മൈ ഉണ്ണിയാഴ്ച. റംബംബം ആരംഭം അബംബം അബംബം പേരിമ്പം, ഇങ്ങനത്തെ സാധനമുണ്ട്. പെപ്പി നമ്പർ പാടുമ്പോ പുള്ളിക്ക് അങ്ങനെ ഇതുണ്ട്. SPB എന്ന് പറഞ്ഞാൽ ശരിക്കും അഫ്സൽക്കയ്ക്ക് ആരാണ്? എല്ലാമാണ്. ഞാൻ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഇന്ന് കാലത്തും കൂടി ഞാൻ ഒരു പാട്ട് കേട്ട്, സാറിന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. പക്ഷെ അപ്പൊ അഫ്സൽക്ക അങ്ങനെ അനുകരിച്ച് നോക്കും. ഇപ്പം ബേബി ജീനൊക്കെ പാടുമ്പോൾ കായ് 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 അതൊക്കെ പറ്റും. ഡബ്സിയുടെ പാട്ട് ഞാൻ പാടാറുണ്ട്. മണ്ണിലോ ആരവം നെഞ്ചിലോ ബാൻഡടിയോ ഓ പരാഗെ പകലിരവഴ കണ്ണാരം പൊത്താം കിന്നാരം ചൊല്ലാം കുഞ്ഞാടിൻ കൂട്ടത്തിൽ കൂത്താടാം. ഓ, ഇതിനാണ് ശരിക്കും അഫ്സൽക്ക വിളിക്കുന്ന എല്ലാവരും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. അഫ്സൽക്കയാണ് നമുക്കിപ്പോൾ. നമസ്കാരം. നമസ്കാരം. ശരിക്കും അഫ്സൽക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് മെഹറുബ മെഹറുബയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞു കേട്ടോ. പലർക്കും പല ഇഷ്ടങ്ങളുണ്ടാവും. അത് പാടി തുടങ്ങാം നമുക്ക്. മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണേ മെഹറുബാ, 10 കൊട്ട പൊന്ന് നിന്റെ മഹറ് മെഹറുബാ, നിന്റെ പകിട്ടിൽ കണ്ണ് വയ്ക്കണ പുതുമണവാളൻ. മെഹറുബാ മെഹറുബാ കള്ളിപ്പെണ്ണേ മെഹറുബാ, കഞ്ചക പൂഞ്ചെണ്ടിനത്തൊരു മുത്തേ മെഹറുബാ, നാളെ ഈ രസപ്പുങ്കാവനത്തില് മധുവിധുവല്ലേ. ഹേ റസിയ ഹേ റസിയ ഹേ റസിയ. ഇത് കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട്, മാണിക്കക്കല്ലേ എന്ന് പറയുന്നത്. മാണിക്കക്കല്ലേ മൊഞ്ചത്തിപ്പൂവേ ചെമ്പക മല്ലിക വാസന റാണി കാർമുടി വണ്ടിറ പൂരകം ചൂടാൻ മർഹബാ. നീ കിലുക്കിലുങ്ങണ വളയണിയടി തേനലങ്കാരി, നീ കുണുകുണുങ്ങനെ താളം തട്ടടി പവിഴ ചിങ്കാരി. ഓ ഹേ റസിയ ഹേ റസിയ. സൂപ്പർ, എന്തൊരു എനർജിയാണെന്നറിയാവോ ആ വോയിസ് ഇങ്ങനെ എടുക്കുമ്പോൾ. ശരിക്കും കുറച്ച് പിച്ച് കാത്തി പാടിയാൽ മതിയായിരുന്നു തോന്നുന്നു. എനിക്ക് പേടിയായി. എന്താ വെച്ചാൽ ഇതെങ്ങനെ വോയിസ് ഇത്രയും ഇപ്പോഴും ഇങ്ങനെ എങ്ങായിട്ട് വെക്കാന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് മുകളിലുള്ള ആള് എപ്പോഴും അങ്ങനെ നിർത്തിയേക്കണിരിക്കും. P. ജയചന്ദ്രൻ സാറിനെ സമം നിങ്ങളുടെ അസോസിയേഷൻ അനുസ്മരിക്കുന്ന സമയത്ത് കുറെ പാട്ടുകൾ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. സ്വയംവര ചന്ദ്രികയാണ് അഫ്സൽക്ക പാടുന്നത്. രാജലക്ഷ്മി. അപ്പൊ നല്ല രസമായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. കാരണം എന്താ വെച്ചാല് പല പാട്ടുകളും സാറിന്റെ പാട്ട് പാടുന്നത് നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പാടിയ സ്റ്റൈല് വേറെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു റെൻഡറിങ് വേറെ സ്റ്റൈലാണ്. അക്ഷരങ്ങളെ കൊണ്ടുപോയി വളച്ചൊക്കെ എന്തൊക്കെ ചെയ്യും പുള്ളി. ചില വാക്കുകൾക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ് ഒക്കെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരു ഓക്വേർഡ് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് മാറ്റി അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചേക്കുന്നതൊക്കെ നോക്കിയിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റും. അത് അടിപൊളിയാണ്. അപ്പോൾ ഈ എൻകരയിൽ താമസിച്ചാൽ മാപ്പ് തരം രാക്ഷസി, അതാണ് ഞങ്ങളുടെയൊക്കെ തലച്ചോറിലെ ആദ്യ ഈ ക്യാമ്പസിലെ പാട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന ആദ്യത്തെ പാട്ട് അഫ്സൽക്കയുടെ.
അത് പാടുമ്പോൾ അതിനകത്ത് രാക്ഷസി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും പോലെ അല്ല, അത് അഫ്സലിക്കൊക്കെ അറിയാം. അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തുള്ളൊരു പഞ്ചില്ലേ, പ്രത്യേകിച്ച് മോഹൻ സിത്താര സാറിന്റെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു ആളായിരുന്നു മോഹൻ സിത്താര സാറിന്റെ. ഏത് കാസറ്റ് ഇറങ്ങിയാലും അപ്പൊ പോയിട്ട് ഒറിജിനൽ വാങ്ങാൻ പറ്റില്ല, കോപ്പി എടുക്കും, റെക്കോർഡ് അത് കടകളിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് തരില്ലേ. അങ്ങനെ കേട്ടിരുന്ന കാലഘട്ടത്തിലുള്ളതാണ് നമ്മളുടെ പാട്ടുകൾ. അതിന് ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ അഫ്സലിക്കയുടെ ഇംപ്രവൈസേഷൻസ് ഉണ്ട്. അത് പല പാട്ടുകളിലും അത് കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും രസമായിട്ട് വന്നിട്ടുള്ള 1-2 പാട്ടുകളുണ്ട്. ഈ രാക്ഷസി പാടുന്ന സമയത്ത് സിത്താര സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, മോഹൻചേട്ടന്റെ കൂടെ കുറെ നാളെ ഞാൻ റിതം പ്രോഗ്രാമർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കൂടെ കുറെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് കമ്പോസിങ്ങും അതേപോലെ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന രീതികളൊക്കെ എനിക്ക് കുറെ അറിയാമായിരുന്നു, എനിക്ക് അദ്ദേഹത്തിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടാവോ അതെല്ലാം മാക്സിമം ആ പുള്ളി എടുക്കും. എന്നിട്ട് പിന്നെ പുള്ളി അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് പാടിക്കുമ്പോഴൊക്കെ മാക്സിമം അത് വേറൊരു സ്റ്റൈൽ പാടും, ഇങ്ങനെ ചെയ്യും, വേറെ ഒന്നും കൂടി നോക്കി അഫ്സലിന്റെ ഒരു ഐഡിയയിൽ എന്താണ് ചെയ്യാൻ പറ്റണത് നോക്കി, അങ്ങനെയൊക്കെ നമുക്ക് ഫുൾ ഫ്രീഡം തരും എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് പുള്ളി അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ളതൊക്കെ പുള്ളി അതിൽ സെറ്റ് ചെയ്യും. അതെ, അങ്ങനെ ഈ സാറിന്റെ ഒരു പീക്ക് കാലഘട്ടത്തിൽ തന്നെ അഫ്സൽക്കാക്ക് കൂടെ നിൽക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതണം. കാരണം എന്താ വെച്ചാല് സാർ ആ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഇൻ ബിറ്റ്വീനാണ് ഞാൻ കയറുന്നത്. സാർ ഇങ്ങനെ കുറെ പാട്ടുകൾ ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ദീപസ്തംഭം മഹാശ്ചര്യം വന്നപ്പോഴാണ് സാറിന്റെ പാട്ടുകൾ പിന്നെ അങ്ങോട്ട് കയറി വന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ രാക്ഷസിയും. പിന്നെ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ വെള്ളിയേട്ടനിൽ ആണ് ഫസ്റ്റ് മോഹൻചേട്ടൻ തന്നെ പാടിക്കണത്. പിന്നെ അതേപോലെ സുന്ദരപുരുഷനിലൊരു പാട്ട്, അതൊക്കെ എല്ലാം കാസറ്റിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഈ പാട്ടുകളൊക്കെ വരുന്നത്. നമ്മളും സ്വപ്നക്കൂട് അങ്ങനെയുള്ള സിനിമകളൊക്കെ വരുന്നത്. അങ്ങനെ കുറെ ആ സമയത്ത് കുറെ ക്യാമ്പസ് ചിത്രങ്ങളും അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ആ സമയത്ത് എനിക്ക് മോഹൻചേട്ടന്റെ കൂടെ, അതായത് മോഹൻചേട്ടന്റെ പീക്ക് സമയത്ത് ഞാനും കുറച്ച് പാട്ടുകളായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു പ്രത്യേകത ഉണ്ട്. കൈതപ്പുറം സാറിന്റെ എഴുത്തില് ഇപ്പൊ സ്വപ്നക്കൂടിലെ എഴുത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ നിന്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ, ഇങ്ങനെ ഒരു പാട്ട് അന്ന് വരെ ഉണ്ടായിട്ടില്ല, പിന്നീടും ഉണ്ടായിട്ടില്ല. അത് പല സ്റ്റൈലിൽ പാട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും വെറൈറ്റി ആയിട്ട് ഇഷ്ടമല്ലടാ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. നിന്നെ ഇഷ്ടമല്ലടാ എന്ന് പറയുന്നതാണ് പാട്ട്, മ്യൂസിക്കോട് കൂടി വരുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ കേട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പോ അതിനത് രജനീഷ് പറഞ്ഞ കറക്റ്റാണ്. കാരണം അങ്ങനെ ഒരു പാട്ട് ഉണ്ടാകുകയും ചെയ്ത് പിന്നെ അതിന് ശേഷം അതേ സ്റ്റൈലിലുള്ള പാട്ടുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ജനറേഷൻ പിള്ളേർക്കും അത് കേൾപ്പിച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം വേറെ അങ്ങനത്തെ പാട്ട് വരാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള. അപ്പൊ അങ്ങനെ കുറെ പേര് പറയാറുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഇഷ്ടമല്ലടാ അഫ്സൽ ഖാന്റെ ഇങ്ങനെ ആ പാട്ട് നല്ലതാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ചിത്രായരും അഫ്സൽക്കയും മത്സരിച്ച് അതിനകത്ത് ഇംപ്രവൈസേഷൻസ് ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് പാടിയത്. അപ്പൊ അന്ന് കുറെയൊക്കെ പണ്ടത്തെ ഒരു റെക്കോർഡിങ്ങിന്റെ ഫീലിംഗ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ടാവും സ്റ്റുഡിയോയിൽ. ഇന്നാണ് ഇപ്പൊ ആരെയും കാണാൻ പറ്റാത്തത്. നമ്മൾ സ്റ്റുഡിയോയിൽ ചിലപ്പോൾ ഞാനും മ്യൂസിക് ഡയറക്ടർ, ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അത് കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളാണത്. അപ്പൊ ആ സമയത്ത് ഞാനും ചിത്രായരും ഉണ്ടായിരുന്നു, മോഹൻചേട്ടനും ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കമൽ സാറ് വന്നിരുന്നു റെക്കോർഡിങ് സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു ടൈമായിരുന്നു, നല്ല ടൈമായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ടൈം, നല്ല ടൈം എന്ന് പറയാൻ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ടൈമാണ്. ചേതന സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പറഞ്ഞ ഒരു ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻചേട്ടന് എന്തൊക്കെയാണ് മാക്സിമം നമ്മളെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത്. പിന്നെ പുള്ളിയും കുറെ ഐഡിയാസ് പറഞ്ഞു തരും. അവിടെ ഇന്ന ഒരു സാധനം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ പിന്നെ പുള്ളി പാടിത്തരും. പുള്ളി അത്യാവശ്യം നന്നായിട്ട് പാടുന്നാൽ അങ്ങനത്തെ രീതികളൊക്കെ കുറെ പറയും. പാട്ടുകൾ മാറ്റി ചെയ്യുമ്പോൾ അതിനകത്ത് ഓ മൈ ഉണ്ണി അർച്ച എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതാ അഫ്സൽക്കയുടെ വോയിസിൽ കുറേ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ഇപ്പൊ SBB അനുകരിച്ച് വന്നു എന്ന് അഫ്സൽക്ക പറയുമ്പോഴും വോയിസിൽ അഫ്സൽക്കയുടെ കുറെ ഐഡന്റിറ്റീസ് ഉണ്ട്. ചില സാധനങ്ങളൊക്കെ അതൊക്കെ ഈ പറഞ്ഞ ഓരോ ജനറേഷനായിട്ട് വന്നേക്കണാണ്. അത് പക്ഷെ നമ്മളിലേക്ക് വരുമ്പോ ഇപ്പൊ യോഡ്ലിംഗ് പാടി തുടങ്ങിയത് നമ്മളുടെ ഒരു ജനറേഷൻ കേട്ടേക്കണ കിഷോർ കുമാർ പറഞ്ഞതാണ്. അതായത് ജിന്ദഗി എക് സഫർ, അതിൽ പുള്ളി ഉള്ളടി ഉള്ളടി ഉള്ളടി, അത് തന്നെ SPB സാറ് പിന്നെ CID മൂസയിലെ പാട്ടിലും ആ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടാണ് നമ്മളും വരുന്നത്. അപ്പൊ നമ്മളിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള ഒരു യോഡ്ലിംഗ് സ്റ്റൈലാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഞാൻ പല പാട്ടുകളിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് എല്ലാം നമ്മുടെ ഈ സീനിയേഴ്സ് കാണിച്ചു തന്നത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ കുറച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു
ചെറിയ ഒരു മിനുക്ക് പണിയും കൂടി ചെയ്യും. ഓമയും ഉണ്ണയാർച്ച വരുന്ന പോർഷൻ ഇത് ഭയങ്കര രസമൊക്കെ കേൾക്കാം. ഇടഞ്ഞാൻ ഉടവാളെടുക്കും ഉണ്ണിയാഴ്ച ഞാൻ, ഓ മൈ ഉണ്ണിയാഴ്ച. ഇത് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം കൂടെ അല്ലേ? ആ കാലം എത്തിയപ്പോഴാണ് ഒരുപക്ഷെ ഈ മാസ്റ്റേഴ്സ് മാറിയിട്ട് പുതിയ കാലഘട്ടം വന്നല്ലോ. പുതിയ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഇംപ്രൂവൈസേഷൻ സാധ്യത വന്നത്. അതൊരു സുഖമുള്ള പരിപാടിയും കൂടെ അല്ലായിരുന്നോ? പിന്നെ ഭയങ്കര രസമായിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് തന്നെ രവീന്ദ്ര മാഷുണ്ട്, ജോൺസൺ മാഷുണ്ട്. അവരുടെ ഭയങ്കര പക്ക മ്യൂസിക്കലി വാല്യൂ ഉള്ള പാട്ടുകളൊക്കെ ദാസാറും ജയേട്ടനും അങ്ങനെ എല്ലാവരും പാടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പാട്ടുകൾ വന്നപ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടി. പക്ഷെ പണ്ടാണെങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ദാസാറ് പാടാറുണ്ട്, MG ശ്രീകുമാരേട്ടൻ പാടാറുണ്ട്, ജയേട്ടനും പാടാറുണ്ട്. ഇങ്ങനെ അടിപൊളി പാട്ടുകളൊക്കെ അവർ തന്നെയാണ് ഇത് പാടിയിരുന്നത്. പക്ഷെ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള രീതികളിൽ കുറച്ച് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇതേപോലത്തെ ഡയലോഗ്സ് ഇപ്പൊ പണ്ടത്തെ പാട്ടുകളിലും സാറ് ഇപ്പൊ ദാസാറ് പാടാ വേണം എന്നുള്ള പാട്ടിലൊക്കെ വോയിസ് ടോണൊക്കെ മാറ്റിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടി കുറെ കഴിഞ്ഞപ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി നമ്മൾ കുറെ കേട്ട് വരണല്ലോ. ഓരോ ജനറേഷനും കേട്ട് നമ്മളിപ്പോ പണ്ട് പറയും, ദാസാറും SPB സാറൊക്കെ പറയും, നമ്മളൊക്കെ റഫീ സാബിന്റെ പാട്ടുകൾ കുറെ കേൾക്കുമായിരുന്നു പറയും. അപ്പൊ സോനു നിഗം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമ്മളൊക്കെ റഫീ സാബിന്റെ ഈ റഫീ സാബ് ആരുടെ കേട്ടിട്ടാണ് പുള്ളി ആ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി എടുത്തതെന്നുള്ള. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ റെഫറൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജനറേഷന്. ഇപ്പൊ പഴയ ആൾക്കാരാണെങ്കിലും പിന്നെ ലെജൻഡറി ആയിട്ടുള്ള ദാസാറ്, SPB സാറ്, പിന്നെ ആ കാലഘട്ടത്തിലുള്ള കിഷോർ കുമാർ, അങ്ങനെ ഇപ്പൊ MG ശ്രീകുമാരേട്ടൻ പോലും മലയാളത്തിൽ കുറെ അടിപൊളി പാട്ടുകളൊക്കെ പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട്. കുറെ അങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അത് അങ്ങനെ അതേപോലത്തെ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. പ്രേം നസീർ സാറും ദാസാറിന്റെ കോമ്പിനേഷൻ നമ്മൾ കുറെ കേട്ടതാണ്. എന്ന് പറഞ്ഞ പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും ദിലീപേട്ടന്റെ എനിക്ക് തോന്നുന്നു കൂടുതലും പാടിയേക്കണ ശങ്കർ സാറും ഉദിത് നാരായണൻ സാറും. അത് കഴിഞ്ഞാൽ ഒരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അത് കുറെ കൂടി അവര് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ചില സമയത്ത് എനിക്ക് കൂടുതൽ പാട്ടുകൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. നമുക്ക് റെഗുലർ ആയിട്ട് കുറെ നല്ല പ്രോജക്റ്റുകളിൽ പ്രത്യേകിച്ച് ദിലീപേട്ടന്റെ കുറെ നല്ല ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം. കല്യാണരാമനിലെ 2 പാട്ടും അഫ്സൽക്ക പാടിയത് 2ഉം ഹിറ്റാണ്. ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ തിങ്കളെ കുറച്ചുകൂടെ മെലഡിയാണ്, അതൊരു ഫെസ്റ്റിവൽ മൂഡാണ് പാട്ട്. പക്ഷെ മറ്റേ പാട്ടാണ് മറ്റേ നമുക്ക് അനുകരിക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്ന ഒരു പാട്ടില്ലേ, അത് ഭയങ്കര രസമാണ്. ഞാൻ പോകാതെ കരിയിലെ കാറ്റിന്റെ പറഞ്ഞ നമ്മുടെ ഒരു വേറൊരു റെൻഡറിങ് ആണ് ആ പാട്ടിന്റെ ഒരു ഇമോഷൻസും എല്ലാം. ഒരു അതിന്റെ ഓർക്കസ്ട്രേഷനൊക്കെ അടിപൊളിയാണെങ്കിലും പാട്ടിനൊരു ഇമോഷൻ ഉണ്ട്, ഒരു ചെറിയൊരു ഒരു നോവുണ്ട് ആ പാട്ടിന്. അതെപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ ആ പവർ കുറയാണ്ട് പാടണം എന്നുള്ളൊരു ബെനി ഇഗ്നീഷ്യസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ അതിന്റെ ഒരു അളവും ഇതൊക്കെ നമ്മൾ തന്നെ തൂക്കിയിട്ട് നമ്മളെ തൊണ്ടയിൽ അത് വരുത്തണം എന്നുള്ളതാണ്. അത് കുറെയൊക്കെ ആ സമയത്തൊക്കെ ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് നമുക്ക് കുറെ ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലായി. പക്ഷെ ഇപ്പൊ കുറെ എക്സ്പീരിയൻസ്ഡ് ആയപ്പോ എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളതൊക്കെ ഇപ്പോൾ കുറെ കൂടി മനസ്സിലായി തുടങ്ങി. നമുക്ക് ശരിയാക്കായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അന്ന് പാടിയ പാട്ടുകൾ നമുക്ക് ഇപ്പൊ അത് കുറച്ചും കൂടി നല്ല ഫീലില് പ്രസന്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അതെ അതെ അതെ, പുറത്ത് പാടുമ്പോൾ ലൈവ് പാടുമ്പോഴൊക്കെ അവരുദ്ദേശിച്ച കുറച്ചും കൂടി നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ദേവരാജ് മാഷ് ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ദാസാറാണ് കൂടുതൽ പാട്ട് പാടിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈവ് ഷോസിന് വേണ്ടി അദ്ദേഹം പുതിയ തലമുറയിലുള്ള പാട്ടുകാരെ സുദീപിനെ പോലെ വിജേഷ് അവരൊക്കെ മാഷിന്റെ ശിഷ്യന്മാരാണ്. അവരൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ദാസാറ് പാടിയിട്ടുള്ള പാട്ടുകൾ ഒന്നും കൂടി അവരെ പഠിപ്പിച്ച് മാഷ് കുറെ മ്യൂസിക് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്, അതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതായത് ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാന്നുള്ളതിന് കുറെ എക്സ്പീരിയൻസ് വേണം. അപ്പൊ അത് ഇപ്പൊ നമുക്ക് ഫുള്ളി കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതാണ് ഉദ്ദേശിച്ചേക്കണം എന്നുള്ള ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാട്ടിലല്ല, ഞാൻ പറയാം റിതം പ്രോഗ്രാമിങ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കൂടി. അത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അല്ലാതെ നമ്മൾ അറിയപ്പെടാതെ പോയിട്ടുള്ള കുറേ ലെജൻഡറി ആയിട്ടുള്ള കുറേ ഭയങ്കര കഴിവുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തേക്കുന്നുണ്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പാടാൻ പോകുന്നത് തിങ്കളാണോ അതെ കൈത്തൊടി താളം തൊട്ടിയാണോ? തിങ്കളെ കൈത്തൊടി താളം ഈ പറഞ്ഞ ഒരു ബീറ്റിന്റെ ഒരു ഇതുണ്ടെങ്കിലേ പാടാൻ പറ്റും.
തുടിത്ത അതിന്റെ ഒരു റെസ്റ്റ് ഉണ്ടെങ്കിലേ ആ ഋതം ഉണ്ടെങ്കിലേ അതിന്റെ ഒരു ഗ്രിപ്പ് ഉണ്ടാവുള്ളൂ. കാറൊഴിഞ്ഞേ കോളൊഴിഞ്ഞേ കാറ്റൊഴിഞ്ഞേ കരയണഞ്ഞേ കിഴക്ക് ദിക്കിലെ തേന്മാവിൽ നമുക്കുമുള്ളൊരിലക്കൂട്ടിൽ ചെമ്പഴുക്ക പൊന്നിൻ പൂവിൻ തേനുണ്ടേ. നിനക്കുമുണ്ടൊരു പൂക്കാലം എനിക്കുമുണ്ടൊരു പൂക്കാലം നമുക്ക് തമ്മിൽ ചേരാനില്ലൊരു പൂക്കാലം. ഇടനെഞ്ചിലെ നമ്പര ചിന്തിലെ തേൻ കുളിരണ പൂങ്കനവിൽ ഇനി നമുക്കൊരു മറുജന്മം കാത്തിരിക്കാം. കൈ തുടിതാളം തട്ടി തെയ് തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. ഓ ഓ ഇത് ശരിക്കുള്ള ലൈവ് കേൾക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷമില്ലേ? അതൊരു രസമല്ലേ? അഫ്സലിക്ക മുമ്പ് വന്നിരുന്ന് ഒരു പാട്ട് പാടി തരിക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. പാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർക്കസ്ട്ര ഇല്ലാതെ വോക്കൽ മാത്രം നമ്മൾ കേട്ടു നോക്കും. അതിൽ ഏറ്റവും നമുക്കിപ്പോ ഓർക്കസ്ട്രയുടെ കൂടെ വരുമ്പോ നമുക്ക് അതിൽ എന്താണ് കുറവുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ സോളോ എന്ന് പറയും, നമ്മൾ ആ വോക്കൽ സോളോ ഇട്ട് കേട്ട് കഴിയുമ്പോ നമുക്ക് എന്തൊക്കെയാണ് അതിൽ കുറവ്, അപ്പൊ അതും കൂടി നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഇപ്പൊ കുറെ കൂടി പാടുന്നത്. അങ്ങനെ ലൈവിലെങ്കിൽ അതെ. അപ്പൊ ലൈവില് അതേപോലെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ തന്നെ പാടാൻ ശ്രമിക്കും. അടിപൊളി. അഫ്സലിക്ക ശരിക്കും കൊച്ചിയുടെ ഗായകൻ എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അഫ്സലിക്ക്? തീർച്ചയായിട്ടും. വാപ്പ ശരിക്കും മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ട്, അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പഴയ കാലഘട്ടത്തിലെ കൊച്ചിയിലെ ഒരു പണ്ട് ഞാൻ പറയില്ലേ ഒരു 40 കാലഘട്ടങ്ങളിലാണ് ഇക്ബാൽ മ്യൂസിക് ക്ലബിലെ ഒരു മെമ്പറായിരുന്നു വാപ്പച്ചി. വാപ്സിയുടെ മ്യൂസിക്കാണ് നമ്മൾ കേട്ട് വളർന്നത്. നമ്മൾ സഹോദരങ്ങൾ അൻസാർക്കാണെങ്കിലും ഷക്കീർക്കാണെങ്കിലും എല്ലാവരും, ഞങ്ങൾ 9 മക്കളാണ്. കാലത്തെ വാപ്സി പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഹാർമോണിയായിട്ട് ഇരിക്കുന്ന അതൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നേക്കുന്നത്. പുള്ളി കൂടുതലും ഹിന്ദുസ്ഥാനി പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു കേട്ട് അത് മനസ്സിന്റെ ഉള്ളിലുണ്ട്, ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ പാടാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പോകാതെ കരിയിലക്കാറ്റൊക്കെ നമുക്ക് ആ ഒരു സ്റ്റൈലിൽ പാടാൻ പറ്റി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അൻസാർക്ക് ആദ്യത്തെ നമ്മുടെ റിയാലിറ്റി ഷോയിൽ പോയിട്ടുള്ളതാണ് ഹംസധ്വനി 1997 ദൂരദർശൻ അവതരിപ്പിച്ച അൻസാർക്ക ഫസ്റ്റ്. നമ്മളൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ പോകുന്നുണ്ട്, ഇത് ഒരു മത്സരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് ആദ്യമായിട്ടാണ് മത്സരം കേൾക്കണം. മറ്റേ നമ്മള് മറ്റുള്ള സ്റ്റേജിൽ നേരെയുള്ള മത്സരങ്ങളൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. ഈ ചാനലിൽ ആദ്യമായിട്ട് അതും ദൂരദർശനിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് എങ്ങനെ ഇരിക്കുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ദിവസം ഇതൊക്കെ കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വാതിൽ ഞാനാണ് തുറന്നു കൊടുക്കണം ഫൈനലി. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് കിട്ടിയടാന്ന് പറഞ്ഞിട്ട് ഒരു കോൾഡ്. അടിപൊളി. ഞങ്ങളൊക്കെ കൂട്ടുകുടുംബമല്ലായിരുന്നു, അപ്പൊ എല്ലാരും ഒന്നിച്ചാണ് താമസിക്കണതൊക്കെ. അന്നത്തെ ഒരു നല്ല കാലഘട്ടമായിരുന്നു ശരിക്കും അതൊക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിലും ഒക്കെ ഒരുപാട് അന്ന് അൻസാർക്ക് കുറെ ഷോസ് ചെയ്ത് ഇതിന്റെ ഒരു നമുക്കറിയാലോ, ഒരു ഈ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ ഇപ്പൊ ഒരു ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് ചെയ്തിട്ട് കുറെ ഷോസ്. അപ്പൊ അന്ന് അൻസാർക്കും ജ്യോതി മേനോനുമാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ രണ്ടുപേരും ചേർന്ന് കുറെ ഷോസ് ചെയ്തു. അപ്പൊ ഞാൻ അറേഞ്ചറായിട്ട് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യാനും കൂടെ പാടാനൊക്കെ ഞാനായിരുന്നു പോയിരുന്നത്. അങ്ങനെ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതുകൂടാതെ അതിനു മുമ്പ് CAC എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർക്കസ്ട്ര. അതിൽ ഞങ്ങൾ കുറേ വർഷം, ഒരു 3-4 വർഷം ഞങ്ങൾ പാടിയിരുന്നു. അതിനു മുമ്പ്, അതായത് ഈ ഹംസധ്വനിയിൽ അൻസാർക്കൊക്കെ കിട്ടുന്നതിന് മുമ്പ്. അതിനു മുമ്പാണെങ്കിലും ഷക്കീർക്ക ആണ് ഞങ്ങളെയൊക്കെ ബ്രദറാണ്. ഷക്കീർക്കാണ് പ്രൊഫഷണലായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇതിലുണ്ടായിരുന്ന മ്യൂസിക്കിലുണ്ടായിരുന്ന കോങ്കോ ഡ്രമ്മർ ആയിരുന്നു. എല്ലാവർക്കും അറിയാം, ദാസാറിൻ്റെ കൂടെ ഒരു 10-12 വർഷം ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഷക്കീർക്കാണ് നമ്മളെയൊക്കെ പ്രോഗ്രാമിനൊക്കെ നമ്മളെയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഷക്കീർക്ക ദാസാറിൻ്റെ കൂടെ വായിക്കുന്നവർ തന്നെ. ഷക്കീർക്ക അതേപോലെ ജെർസൻ ആന്റണി മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അവർക്ക് ഓർക്കസ്ട്ര. അപ്പോൾ അവർ ചില സമയത്ത് പ്രോഗ്രാംസ് ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങളെ പാടും. അപ്പോൾ ഷക്കീർക്ക് പറയും നമ്മുടെ അനിയന്മാരുണ്ട്, അവരെ കൊണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ചാൻസുകൾ കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഈ പറഞ്ഞ ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാം ഇവർ ഓർക്കസ്ട്ര കൊടുക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലും എനിക്ക് 19 വയസ്സുള്ള സമയത്ത് ഞാൻ ചിത്ര ചേച്ചിയുടെ കൂടെ പാടി തുടങ്ങി എന്ന് പറയാം. അങ്ങനെ ഗാനമേള കാലഘട്ടം അതാണ് നമ്മുടെ തുടക്കം. അപ്പൊ അതില് ബ്രദറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മളെ കൈപിടിച്ചു കൊണ്ടുവരാൻ
ഷക്കീർക്ക് ഉണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. അഫ്സലിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രോഗ്രാം ചെയ്ത് അത് രവീന്ദ്ര മാഷിന്റെ അത് അതിലെ 2-3 പാട്ടുകൾ ഞാൻ ചെയ്ത്. പിന്നെ രവീന്ദ്ര മാഷിന്റെ തന്നെ ഒരു ഡിവോഷണൽ വർക്കുകൾ ഉണ്ടായിരുന്നു, അതിലും ഞാനാണ് വർക്ക് ചെയ്തത്. പിന്നെ മാഷിന്റെ കൂടെ ഞാൻ കുറെ പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. മാഷ് കുറെ ഷോസ് എടുക്കുമ്പോൾ അന്ന് ബിജു നാരായണനാണ് മാഷിന്റെ മെയിൻ സിംഗർ, മീൻസ് മലയാളം പാട്ടുകളൊക്കെ പാടുന്നത്. ഞാൻ തമിഴ് പാടാനും പിന്നെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള സുഹൃത്തുണ്ട്, പുള്ളി ഹിന്ദി പാടാൻ. അപ്പൊ ഞങ്ങളെ രണ്ടുപേരും മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മാഷ് എപ്പോഴും ആ സമയത്ത് പറയും, നിങ്ങളെ രണ്ടുപേരും ഞാൻ സിനിമയിൽ പാടിക്കുന്നത്. പ്രകാശ് ബാബുവിന് അന്ന് ചക്രം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായാലും ആദ്യം ചെയ്തൊരു ഇതുണ്ടായിരുന്നു, അതിൽ പാടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫിലിം ഇറങ്ങിയില്ലായിരുന്നു. എന്നെ ഇങ്ങനെ പഠിക്കാന്ന് പറഞ്ഞ അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് പിന്നെ മാഷ് കുറച്ച് വയ്യാതെയൊക്കെ ആയി. അങ്ങനെ ഒരു വർക്ക് ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു വർക്കിന് വേണ്ടി അതിൽ എന്നെ പാട്ട് പഠിപ്പിച്ച്. ഞാൻ വീട്ടിൽ എറണാകുളത്തായിരുന്നു മാഷ് ആ സമയത്ത്. അന്ന് പോയി പാട്ടൊക്കെ പഠിച്ചപ്പോൾ മാഷ് പറഞ്ഞു, ഇത് നീ പാടണ്ടടാ, ഇത് വേറൊരു പാട്ട് എനിക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല മാഷിൻ്റെ. പക്ഷെ മാഷിൻ്റെ കൂടെ കുറേ വർക്ക് ചെയ്ത് പ്രോഗ്രാംസിനും ഈ റെക്കോർഡിങ്സിനൊക്കെ കോറസ് പാടാനും അതേപോലെ ഈ റിതം പ്രോഗ്രാമിങ് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്, അതാണ് ഇപ്പോൾ മാഷിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള പാട്ട്. പിന്നെ അതായത് മോഹൻചേട്ടൻ്റെ കുറേ ഈ പാട്ട് ദാദാ സാഹിബിലെ അല്ലിയാമ്പൽ പൂ അതിനൊക്കെ പ്രോഗ്രാം ചെയ്തതാണ്. പിന്നെ കുറേ ആൽബം സോങ്സ് ഒക്കെ ഇഷ്ടം പോലെ, അതായത് ഈ മറ്റേ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഇസ്രായേലിൻ നാഥ് മാർക്കോസ് ഏട്ടൻ്റെ ഹിറ്റായിട്ട് അതൊക്കെ ഞാനാണ് പ്രോഗ്രാം ചെയ്തത്. പീറ്റർ സേനാൻ്റെ അത് പീറ്റർ സേനാനിലൊരു, പിന്നെ അതേപോലെ പാൽനില പുഞ്ചിരി എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ മാർക്കോസ് ഏട്ടൻ മാപ്പിളപ്പാട്ട്, അതൊക്കെ അങ്ങനെ കുറെ പാട്ടുകളുടെ പിന്നണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിവസ്തംഭം മഹാശ്ചര്യത്തിൽ ഉണ്ടായിരുന്നോ? ആ സമയത്തൊന്നുമില്ല, ആ സമയത്ത് വർക്ക് ചെയ്യില്ല. അന്ന് റിതം പ്രോഗ്രാമിങ് മെയിനായിട്ട് ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ബ്രദർ ഷക്കീർക്ക, പിന്നെ ബെന്നി എന്ന് പറഞ്ഞിട്ട് ബെന്നി കണ്ണൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അതിൽ ബെന്നി ചേട്ടനാണ് ചെയ്തിരുന്നത്. പിന്നെ ട്രിവാൻഡ്രത്ത് ലാലപ്പൻ എന്ന് പറഞ്ഞിട്ട് ലാലപ്പണ്ണൻ എന്ന് പറയും. അങ്ങനെ കുറച്ചുപേരെ റിതം കമ്പോസർ ചെയ്യുന്നുള്ളൂ. പിന്നീട് കുറെ പേരുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും 2-3 പേരും കൂടി വേറെ കുറെ പേര് വന്നിരുന്നു. പക്ഷെ വർക്കുകൾ കുറെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് നിറയെ കാസറ്റ് വർക്കുകൾ, ഈ ആൽബംസ് ആണെങ്കിലും ഡിവോഷണൽ സോങ്സുകൾ, ഹിന്ദു ഡിവോഷണൽ സോങ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്, മാപ്പിളപ്പാട്ടുകളുടെ വർക്ക്, അല്ലാതെയുള്ള വർക്കുകൾ നിറയെ. അതായത് ഒരു എല്ലാ ദിവസവും നമുക്കൊരു ജോലിക്ക് പോകണ വരെയാ. രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങും, സ്റ്റുഡിയോയിൽ വരും വൈകുന്നേരം. അതായത് ഞായറാഴ്ച പോലും ഒഴിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും റെക്കോർഡിങ്സ് ആയിരുന്നു എറണാകുളത്തുള്ള എല്ലാ സ്റ്റുഡിയോസിലും. ഞങ്ങൾ കുറച്ചുപേര് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ഇതേപോലുള്ള രവീന്ദ്ര മാസ്റ്റർ പോലെയുള്ള മോഹൻചേട്ടനെ പോലുള്ള പ്രഗത്ഭരുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, കഴിവ് നമ്മളറിയപ്പെടാത്ത ഭയങ്കര മ്യൂസിഷ്യൻസ് വേറെ അവരുടെ കൂടെ ഈ നാടകങ്ങൾക്കൊക്കെ ചെയ്യുന്ന, അതായത് കലവൂർ ബാലമാഷ്, ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രാജപ്പൻ ചേട്ടൻ, പിന്നെ വൈപ്പിൻ സുരേന്ദ്രൻ, അങ്ങനെയുള്ള. പിന്നെ അതേപോലെ കുറച്ചും കൂടി യങ് ആയിട്ടുള്ളതാണെങ്കിൽ സെബി നായരമ്പലം, പിന്നെ ആലപ്പി ഋഷികേഷ്, അങ്ങനെ കുറെ. ഇവരൊക്കെ അവരുടേതായിട്ടുള്ള വേറെ രീതിയിലുള്ള മ്യൂസിക്കുകളാണ് നമ്മുടെ മെയിനാണ്. പക്ഷെ ഡ്രാമയ്ക്ക് വേണ്ടി വേറെ തലത്തിലുള്ള അതിൻ്റെ പാട്ടുകളും പിന്നെ അതിൻ്റെ റീ റെക്കോർഡിങ്ങും അങ്ങനെയൊക്കെ ആലപ്പി രംഗനാഥ് സാറ്, പുള്ളിയുടെ പാട്ടുകൾ പണ്ടുപോലെ നമ്മൾ കേൾക്കണം. പക്ഷെ ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന നാടകങ്ങളുടെ വർക്കിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള കുറെ പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ SPB അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് പെണ്ണേ എൻ പെണ്ണേ ആ പാട്ട് പാടി. പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ, പെണ്ണേ പെണ്ണേ സ്നേഹപ്പൊന്നെ, ഓഹോ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ, കണ്ണേ കണ്ണേ സ്നേഹക്കനിയെ, ഓ കൈത്താളം തട്ടാതെ മെയ്ത്താളം കാണാതെ എന്താണ് പുത്തൻ പായാട്ടം, ഓ ആകാശം പൊൻകിണ്ണം ആശിക്കും തേൻകിണ്ണം നീതാനൻ നേർക്കായി നീട്ടാതെ, എനിക്കായി ചെമ്മാനത്തെ താരത്തേരില്ലേ, പിന്നെന്തിനാണ് മോഹപ്പൂത്തേര്, നിനക്കായി തങ്കത്തട്ടാൻ തട്ടാരത്തിയിലെ, പിന്നെന്തിനാണ് ഓലപ്പൂത്താലി, പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ, പെണ്ണേ ഈ ആ സാധനങ്ങളൊക്കെ കറക്റ്റ് സ്ഥലത്ത് കിട്ടണമെങ്കിൽ
ഒത്തിരി പ്രാക്ടീസ് ചെയ്യണ്ടേ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. അത് എനിക്കത് തോന്നിയിട്ടുള്ള അത് SPB സാറിന്റെ ഒരു സ്റ്റൈലാണ്. സാർ അങ്ങനെ പാടുമ്പോൾ ഓട്ടോമാറ്റിക് വരാറുണ്ട്. അത് ഞാൻ അങ്ങനെ പാട്ട് പഠിച്ചുകൊണ്ട് എനിക്ക് ചില പാട്ടുകൾ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ സാറ് പാടുമ്പോ സാറിന്റെ ഈ പാട്ട് റംബം ആരംഭം, പുള്ളി പാടുമ്പോ റംബം ആരംഭം അബംബം അബംബം പേരിമ്പം 7-8 ഇങ്ങനത്തെ സാധനം. അത് പുള്ളി പാടുമ്പോ അങ്ങനത്തെ പെപ്പി നമ്പർ പാടുമ്പോ പുള്ളിക്ക് അങ്ങനെ ഇതുണ്ട്. അത് ഞാൻ പഠിച്ചപ്പോ എനിക്ക് അത് അങ്ങനത്തെ അതേപോലുള്ള പാട്ടുകൾ വരുമ്പോ പെണ്ണേ അതങ്ങനെ വരും. പെണ്ണ് അങ്ങനെ അത് നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ചിലത് അങ്ങനെ ഇടാൻ പറ്റും. പക്ഷെ അഫ്സൽക്ക സംസാരിക്കുന്ന സമയത്ത് വളരെ മയമായിട്ട്, ഇപ്പൊ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ അഫ്സൽക്ക സംസാരിക്കുമ്പോ സോഫ്റ്റ് ആയിട്ട് എന്തൊക്കെയുണ്ട് അത്രയൊക്കെ ഉള്ളൂ വർത്താനം. പക്ഷെ പാട്ട് പാടുമ്പോ എന്ന് വെച്ചാൽ അതിഭീകരനാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ കണ്ട ഈ മനുഷ്യനല്ലല്ലോ ഇതെന്ന് പറയില്ലേ, അതെങ്ങനെയാ അഫ്സൽക്ക ഈ അന്യനമ്പിയാവുന്നത്? പല വർക്ക് മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ മോഹൻചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ അങ്ങനെ മോഹൻചേട്ടൻ പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ പവർ ചെയ്ത് പാടണം. അത് കുറെ ഒക്കെ അവരുടെ ഒരു ക്ലാസ് ആണ് എനിക്ക് കിട്ടിയേക്കണം. കാരണം അങ്ങനത്തെ പാട്ടുകൾ പാടിയേക്കണോണ്ട് ഇപ്പൊ എൻകരലിൽ താമസിച്ചാൽ അതായത് അതിനു മുമ്പ് ഈ മറ്റേ വെള്ളിയേട്ടൻ്റെ ഒരു പാട്ട് പാടി കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ പാട്ട്, അതാണ് ഫസ്റ്റ് പാടുന്നത്. അപ്പൊ ഞാൻ അത് പേടിച്ചാണ് അന്ന് പാടുന്നത്. അപ്പൊ മോഹൻചേട്ടൻ പറഞ്ഞു അതായത് നല്ല പവറായിട്ട് പാട്, കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽബി. നമ്മള് ആ ലിറിക്ക് കേൾക്കുമ്പോ കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽബി അവ പറയല്ലേ നല്ല പവർ ചെയ്ത് പാടണത്. പക്ഷെ എന്നാൽ ഇമോഷനും ഉണ്ടാവണം, നല്ല ആ ഒരു ഫീലും വേണം പറയും. അപ്പൊ അങ്ങനെ അവരുടെ ഒരു ക്ലാസ് ആണ് അതൊക്കെ ശരിക്കും പറഞ്ഞു. പിന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടി, ഇന്ന പാട്ട് ഇത്ര ഫോഴ്സിൽ പാടിയാലായിരിക്കും അത് ആൾക്കാരിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു നമുക്കും ഒരു അറിവായിട്ട് അത് മാറി, എക്സ്പീരിയൻസ് ആയിട്ട് മാറി. പിന്നെ അങ്ങനെയൊക്കെ നമ്മളും ഇപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുമ്പോ നമുക്ക് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതങ്ങനെ പാടും. പെണ്ണെ പാടുന്ന സമയത്ത് ഈ പാട്ടിന്റെ ഒരു സിറ്റുവേഷൻ റോഷൻ ആൻഡ്രോസ് പറഞ്ഞു അഫ്സൽ ഇതിങ്ങനെ ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു പെപ്പി നമ്പർ ഷൂട്ട് ചെയ്യണതിന്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ദീപക്കും ഉണ്ട്. ഞാൻ റോഷനായിട്ട് കൂടുതൽ അടുപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും കോളേജ് മേറ്റ്സ് ആണ്. അപ്പൊ റോഷൻ അതിനു മുമ്പ് അസിസ്റ്റന്റ് ആയിട്ടും മിമിക്രി ഒക്കെ നടക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. ആ കാലം തൊട്ടേ അറിയാം. അപ്പൊ ഫസ്റ്റ് ഫിലിം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന പറയുമ്പോൾ തന്നെ അഫ്സലിനെ നമ്മുടെ ഒരു ബന്ധം വെച്ചിട്ട് ഷക്കീർക്കായിട്ട് നല്ല ബന്ധമായിരുന്നു ചേട്ടനായിട്ടും. അങ്ങനെയാണ് പെണ്ണെ പാടുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഫ്രീക്ക് ഔട്ട് പാട്ടാണ്, അത് എന്ത് മാക്സിമം പവർ ചെയ്ത് പാടിക്കുക. അപ്പൊ ദീപക്കും പറഞ്ഞു. പിന്നെ ദീപക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാള ഇൻഡസ്ട്രിയിൽ ഒരു സൗണ്ടിങ്ങിന് വേറൊരു തലം കൊണ്ടുവന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് പാടി കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു. ആ ഒരു സൗണ്ടിങ് ഒക്കെ വേറൊരു കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഈ പുതിയ കാലഘട്ടത്തിൽ കുറെ പേര് അനുകരിക്കുന്നത് ദീപക് ദേവ് ശേഷം എന്നുള്ളതാണ്. അഫ്സൽക്ക ശരിക്കും SPB എന്ന് പറഞ്ഞാൽ ശരിക്കും അഫ്സൽക്ക ആരാണ്? വേറെ ഒന്നും പറയാനില്ല എനിക്ക്. എല്ലാമാണ്. ഞാൻ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഇന്ന് കാലത്തും കൂടി ഞാൻ ഒരു പാട്ട് കേട്ട് അന്ന് കാലത്ത് നടക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വെച്ചിട്ടാണ് ഞാൻ നടക്കണത്. അതങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും പുള്ളിയുടെ പാട്ടുകൾ ഉള്ളിൽ തന്നെ ഉള്ള ഒരാളാണ്. അതാണ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് തന്നെ ഉള്ള ഒരാളാണ്. അത് എപ്പോഴും ഉണ്ടാവണമെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാണ് കാരണം പണ്ട് കാസറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീടിനോട് ചേർന്ന്, ഷക്കീർക്കാടെ ഷോപ്പായിരുന്നു. അപ്പൊ അന്ന് സ്കൂളിൽ പഠിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ചായം കുടിച്ച് കൈമുറക്കൊക്കെ ആയിട്ട് നേരെ കാസറ്റ് ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഞാനും അൻസാർക്കാൻ കൂടി. എന്നിട്ട് ഇങ്ങനെ പാട്ട് വെക്കും. അൻസാർക്ക് ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ വെക്കും, ഞാൻ പതുക്കെ തമിഴ് SPB സാറിൻ്റെ, അങ്ങനെ മാറി മാറി ഞങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ കേൾക്കുമ്പോൾ SPB സാറിൻ്റെ അത് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു പീക്ക് കാലഘട്ടമാണ്. രാജാ സാറിൻ്റെ പാട്ടുകൾ, SPB സാറ് കുറേ ഇഷ്ടം പോലെ എല്ലാ പാട്ടും എടുത്ത് ഒരു സിനിമയിൽ 5 പാട്ടുണ്ടെങ്കിൽ 5 പാട്ട് ചിലപ്പോൾ SPB സാറായിരിക്കും പാടിക്കും. എല്ലാ പാട്ടുകളും കേൾക്കും. അപ്പം അങ്ങനെ അതിലാണ് നമ്മുടെ ഒരു ബാല്യവും കൗമാരവും ഒക്കെ വന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടിലായിരുന്നു. ദാസാറിൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്, പക്ഷെ ഞാൻ പാടാറില്ല, പക്ഷെ കേൾക്കും. ദാസാറിൻ്റെ പാട്ടുകൾ എനിക്ക് സിനിമാ പാട്ടുകളെക്കാളും കൂടുതൽ ഞാൻ കുറേ പ്രൈവറ്റ് ദാസേട്ടൻ്റെ തരംഗിണിയുടെ കുറേ പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങുമായിരുന്നു. അതൊക്കെ കുറേ കേൾക്കുമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓണപ്പാട്ടുകൾ, ഗ്രാമീണ ഗാനങ്ങൾ, അങ്ങനെ കുറേ പാട്ടുകൾ, സ്വീറ്റ് മെലഡീസ്, അങ്ങനെ. അപ്പം അങ്ങനെ കൂടുതൽ കേൾവിയാണ് നമ്മളെയൊക്കെ ഒരു പരിധിവരെ
എത്തിച്ചതെന്ന് പറയാം കുറെയൊക്കെ. പക്ഷെ ഒരു ഫസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് SPBയുടെ 10 പാട്ടുകൾ ഇറക്കിയ കാസറ്റ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയില്ലേ? അതൊരു ഫസ്റ്റ് ട്വിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കരുതിക്കൂടെ? അതെ, ഭയങ്കരമായിട്ട് കാസറ്റ് വിറ്റഴിഞ്ഞ ഒരു വർക്കായിരുന്നു അത്. അത് ലൈവ് അന്ന് ഇത്രയും ഈ പറഞ്ഞ ഒരു ഈ മറ്റേ റൈറ്റ്സിന്റെ പ്രോബ്ലംസ് ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ അന്ന് ഇതേപോലെ ലൈവ് എന്നും പറഞ്ഞാണ് ഇറക്കിയത്. അന്ന് SPB സാറിന്റെ കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ള കുറേ പാട്ടുകൾ 10-13 പാട്ടുകൾ വെച്ചിട്ട് ലൈവ് റെക്കോർഡ് ചെയ്ത് എന്നിട്ട് പാടി. കഴിഞ്ഞ ദിവസം ചിത്ര ചേച്ചിയുടെ പരിപാടിക്ക് കഴിഞ്ഞ ശനിയാഴ്ച ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ട ഫ്രണ്ട്. അപ്പൊ പുള്ളി പറയണം പുള്ളിയുടെ ചെറുപ്പത്തിൽ പുള്ളി ഈ കാസറ്റ് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നാണ് പറയണത്, ഇപ്പൊ പറഞ്ഞ ഈ കാസറ്റ്. അപ്പൊ അത്രയും ആ പാട്ടുകൾ വന്ന് ഭയങ്കരമായിട്ട് വിറ്റഴിഞ്ഞ ഒരു കാസറ്റ്. പിന്നെ ബസ്സുകളിലൊക്കെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന വർക്കായിരുന്നു. അങ്ങനെ കുറെ പേരിങ്ങനെ പല സ്ഥലത്തൊന്നും പറയും. പണ്ട് അഫ്സലിന്റെ പഴയ തമിഴ് പാട്ടുകൾ SPBയുടെ അത് ഞങ്ങളുടെ സ്കൂളിൽ പോണ സമയത്ത് ബസ്സിൽ എപ്പോഴും വെക്കും, അതും ഇതൊക്കെ മാപ്പിളപ്പാട്ടുകൾ വെക്കും എന്നൊക്കെ പറഞ്ഞ് പല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾ ഭയങ്കര, ചില പാട്ടുകൾ SPB സാറ് പാടിയ കേട്ടതല്ല, ഞാൻ പാടിയതാണ് കുറെ പേര് മലയാളികൾ കുറെ കേട്ടിരിക്കുന്നത്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പുറയില്. അതായത് ദുബായില് ഹിറ്റ് FM എന്ന് പറഞ്ഞ റേഡിയോ സ്റ്റേഷൻ, അതില് SPB സാറിന്റെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാറ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇനി സാറ് പാടിയ ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞിട്ട് ഇളയനില ഇട്ടത് ഞാൻ ലൈവ് പാടിയതാട്ടെ ഈ കാസറ്റില. അപ്പൊ സാറൊന്നും മിണ്ടിയില്ല. സാറ് അത് കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ട് ഓക്കെ ഇത് നല്ല പാട്ടാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ എന്താണ് പുള്ളിയല്ലേ പാടി? അവർ ഇത് നന്നായിട്ട് പാടി, പക്ഷെ ഞാൻ പാടിയതല്ല, ഇത് ഒന്ന് പ്ലീസ് ചെക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് അവർക്ക് സംഭവം മനസ്സിലായത്. ഞാൻ ഈ ലൈവിന്റെ ഇതും ഫുൾ അവരുടെ ആ ഒരു ലൈബ്രറിയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ തമാശകളും അങ്ങനെയുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഹിറ്റായിരുന്നു ഈ പറഞ്ഞ ഒരു രജനീഷ് പറഞ്ഞ ഒരു ആ കാസറ്റ് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. അതുപോലെ തന്നെയാണ് CD മൂസയിലെ പാട്ട് മേനെ പ്യാർ കിയ അഫ്സലിക്ക പാടിയതാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. ഇത് വോയിസ് സിമിലാരിറ്റിയും അഫ്സലിക്കയുടെ സ്റ്റൈല് അതിനെ അബ്സോർവ് ചെയ്യാനുള്ള ഒരു മിടുക്കും കൂടെയാണെന്ന് തോന്നുന്നു. അതിന് കാരണം എനിക്ക് പലപ്പോഴും തോന്നിട്ടുള്ളത് ദിലീപേട്ടന് വേണ്ടി കുറെ പാട്ടുകൾ പാടി, പിന്നെ SPB സാറിന്റെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി വന്നപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷനായി. ഇതെന്തായാലും അഫ്സൽ തന്നെ ആയിരിക്കും, ദിലീപാണ് അഭിനയിക്കണം. അപ്പൊ എന്തായാലും ഞാൻ SPBയുടെ പാട്ടുകൾ പാടാറുണ്ട്. അപ്പൊ ആൾക്കാർ ഫിക്സ് ചെയ്തത് അത് അഫ്സൽ പാടുക. ഇപ്പോഴും ആൾക്കാർക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ അന്ന് എപ്പോഴും ചോദിക്കുന്നവരടുത്ത് ഞാൻ പറയും അത് സാറ് പാടിയ പാട്ടാണ്, SPB സാറ് പാടിയത്. ആ പാട്ട് കേൾക്കാം നമുക്ക്, അത് ഇനിയും നമുക്ക് കൺഫ്യൂഷൻ കൂട്ടാം. ഇനി പാടിയ ആൾക്കാർ ഇതന്നെ. दो रास्ते दो बदन हम है राही प्यार के, हम दोनों दुल्हा दुल्हन हम पंछी एक डाल के, ढाकू हसीना दिल से नगीना चांदनी रोजा जूली हीना, मैं खिलाड़ी तू अनाड़ी चलती का नाम गाड़ी, प्यार तो होना ही था, मुझे कुछ कहना है कुछ कुछ होता है, मैंने प्यार किया तो डरना क्या, मैंने प्यार किया, अरे प्यार किया तो काय को डरना रे तू. അടിപൊളിയല്ലേ? ഈ SPBയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ P ജയചന്ദ്രൻ സാറും സംഗീതം അങ്ങനെ ഈ പറയുന്ന ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല. SPB അത് സ്വായത്തമാക്കി എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, SPB ഇപ്പം ജയചന്ദ്രൻ സാർ പലപ്പോഴും പലരോടും ഉള്ളിൽ എന്താണെന്നുള്ളത് അതേപോലെ കാണിക്കും. പക്ഷെ എന്താ വെച്ചാൽ SPB എല്ലാവരോടും ഭയങ്കര കൈൻഡായിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അത് കൂടെ വരുന്ന ആരെയാണെങ്കിലും പുള്ളി ഇരിക്കുന്ന അതേ സ്ഥലത്ത് അതേ സീറ്റിലൊക്കെ കൊണ്ടിരുത്തി സംസാരിപ്പിച്ച് അവർക്ക് എന്താ ഭക്ഷണം എന്നുള്ളത് അതൊക്കെ കെയർ ചെയ്യാൻ, അങ്ങനെ ഒരു മനുഷ്യന് അത് കെയർ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ നമുക്കൊന്നും അങ്ങനെ ആകാൻ പറ്റില്ല. നമ്മളിപ്പോ ഞാൻ SPB സാറിന്റെ പാട്ടുകൾ പറഞ്ഞതാണ്, പക്ഷെ പാട്ട് മാത്രമേ പാടുള്ളൂ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഒന്നും നമുക്കില്ല. അത് പാടുന്നതിന് ക്വാളിറ്റി ഇല്ല, അത് വേറെ കാര്യമുണ്ട്. എന്തോ ഒരു 20-25% ഞങ്ങൾ പാടുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ സാറിനെ പോലെ അതൊരു പ്രത്യേക, ഞാൻ നേരെ കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് തിരൂര് ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വരണം, അന്ന് പ്രോഗ്രാം നടന്നില്ല, മഴ കൊണ്ടിട്ട് നടന്നില്ല. അപ്പൊ ആ പുള്ളി എന്തോ
പ്രൊഡക്ഷനിൽ ഒരു പയ്യൻ എന്തോ പൊക്കി എടുക്കുന്ന സമയത്ത് വീഴാനോ എന്തോ പോയി. അപ്പൊ തന്നെ ആരും അത് ശ്രദ്ധിക്കില്ല, പുള്ളി അത് ശ്രദ്ധിച്ചിട്ട് ഇത് അവനൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. പുള്ളി മാത്രമേ കണ്ടിട്ടുള്ളത്. നമ്മള് അവിടെ നിൽക്കണ്ട് പുള്ളിയുടെ ഇരുത്, എന്നാലും പുള്ളി അത് കണ്ടിട്ട് അവനൊന്ന് മാറ്റിക്കാത്, അവനത് ചെയ്യാൻ പറ്റുന്നില്ല. മഴ പെയ്യണ്ട, അതിൻ്റെ ഉള്ളിൽ എന്തോ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുവരെ ശ്രദ്ധിക്കുന്ന ആളാണ് പുള്ളി. അപ്പൊ അത് വലിയൊരു ക്വാളിറ്റി. അത് ഞാൻ പറഞ്ഞില്ല, അത് ദൈവം എല്ലാവരും ഒരേപോലെ പടക്കൂലല്ല. പക്ഷെ ഇത്രയും സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നവർ പലപ്പോഴും ടൈം കൺസെപ്ഷൻ കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ SPBയുടെ എല്ലാ കഥകളിലും ഇതേപോലെ എല്ലാവർക്കും പറയാൻ ഒരു കഥയുണ്ടാവും. അത് അത്രയും മഹാനായി ജീവിക്കാന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അത് സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയാം നമുക്ക്. സാറ് അങ്ങനെ എനിക്ക് കുറെ അനുഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ സാറ് ഈ പറഞ്ഞ എറണാകുളത്തൊരു പ്രോഗ്രാമിന് വന്നിട്ട് അന്ന് രാത്രി ട്രാവൻകൂർ കോർട്ടിൽ എനിക്കിപ്പോഴും ഓർമ്മ, രാത്രി പുള്ളി കുറച്ചു നേരം ഇരുന്ന്. അപ്പൊ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് സാറിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, കൊച്ചി തന്നെ ഉള്ളതാണ്. എനിക്കും ഭയങ്കര ഒരു സഹോദരന് തുല്യമാണ്. ഞങ്ങൾ കൊച്ചിക്കാരായിട്ട് ഭയങ്കര അടുപ്പമാണ്, സുരേഷ് ഏട്ടനായിട്ടും അങ്ങനെ അടുപ്പമാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞ എടാ നമുക്ക് രാത്രി ബാലു സാറിൻ്റെ അടുത്ത് പോവാം, കുറച്ചു നേരം വർത്താനൊക്കെ. സാറിനാണെങ്കിൽ റഫീ സാബിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ. പിന്നെ റഫീ സാബിൻ്റെ പാട്ടുകൾ ഇങ്ങനെ പാടി തുടങ്ങി വെളുപ്പിന് 4 മണി വരെ ഇരുന്ന്. അപ്പൊ പുള്ളി, ഞാനപ്പോ ഇങ്ങനെ നോക്കണേ, പുള്ളി അപ്പൊ നമ്മളടുത്ത് പറയണ റഫീ സാബിനെ കുറിച്ച്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണേ, പുള്ളി ഇന്ത്യ അറിയുന്ന പാട്ടുകാരനാണ് SPB സാർ. പുള്ളി എന്നിട്ട് നമ്മളെ പോലെ റഫീ സാബിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ അടുത്ത്. സാറിന്റെ മറ്റേ പാട്ട് കേട്ടിട്ടുണ്ടാ എന്നൊക്കെ പറയാം എൻ്റെ അടുത്ത് പറയണേ. അബുക്യ മിസാല്, അത് ഇതാ പാട്ടില്ല, അബുക്യ അത് മാത്രം മതി, അബുക്യ എന്താണ് അങ്ങനെ ആർക്ക് പാടാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചർച്ചകൾ. പുള്ളി വേറെ ലെവലാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പുള്ളി അത്ര ഡൗൺ ടു എർത്തായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ അടുത്ത് പറയും. അതായത് അതൊരു പുള്ളിയുടെ ലൈഫ് അങ്ങനെയായിരുന്നു. പുള്ളി പറയാറുണ്ടല്ല, റോട്ടിലിങ്ങനെ നടക്കുന്ന സമയത്ത് ചായക്കടയിൽ റഫീ സാബിന്റെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ വന്നുകൊണ്ടായിരിക്കും അങ്ങനെ ആകാൻ പറ്റുന്നത്, അതിനുവേണ്ടി കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ. അപ്പൊ അത് തന്നെയാണ് നമ്മളെയൊക്കെ കുറെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ നടപ്പ് രീതിയിൽ പോയില്ലല്ലോ. അപ്പൊ ദാസാറൊക്കെ വോയിസിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പൊ ചിത്ര ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് SPB അങ്ങനെ അല്ലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അതെ അങ്ങനെ തന്നെ സാറപ്പോ പറയും. സാറ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തണുപ്പ് കുടിക്കും, എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈല് വേറെയാണ്. പക്ഷെ അത് എൻ്റെ പാട്ടുകൾ ഫോളോ ചെയ്യുന്നവര് അത് അതേപോലെ ചിലവര് അങ്ങനെ ആകാറുണ്ടെന്ന് പറഞ്ഞു. അതായത് അങ്ങനെ തണുപ്പ് കുടിക്കാൻ സാറ് എനിക്ക് തോന്നുന്നു പ്രോഗ്രാം സമയത്ത് ചിൽഡ് വാട്ടറാണ് കുടിക്കണം. പക്ഷെ അത് നമുക്ക് പറ്റൂല. സാറ് പറയാം അത് ചെയ്യരുത്, കാരണം ഓരോരുത്തർക്കും ഓരോ ബോഡിക്ക് ഓരോ ഇതുണ്ട്, റെസിസ്റ്റന്റ് പവർ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പണ്ട് മുതലേ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പ്രശ്നമില്ല എന്ന് പറയും. അപ്പൊ അതും സാറ് പറയാറുണ്ട്, അത് ഓരോരുത്തർ ലൈഫ് സ്റ്റൈലാണ്. ഈ വേറിട്ടൊരു പാട്ടെന്ന് പറയുന്നത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്, ഐ എം വെരി സോറി, ഒരു 4000 സോറി അഫ്സൽക്ക പാടിയതാ. അത് എത്ര കാലം മുമ്പ് പാടിയെന്നറിയാമോ ആ പാട്ടുകളൊക്കെ? പക്ഷേ ഇപ്പോഴും അത് ആദ്യത്തെ ഡബ്ബിംഗ് സിനിമകളിലെ പെട്ടതാണ്. പക്ഷെ അത് രസമുള്ള പാട്ടാണ്. ഇപ്പോഴും അത് ആസ്വദിക്കുമ്പോൾ എനിക്ക് ആ പഴയ ഇതിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അത് എൻ്റെ മാത്രം കഴിവാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ രസമല്ലേ അത്. രാജീവ് ആലിംഗൽ എഴുതിയത് ഡബിങ് സിനിമകൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറെ വരുന്നുണ്ട്. ആ സമയത്ത് അന്ന് ശ്രീകുമാരേട്ടനും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കുറച്ചുകൂടി ട്രെൻഡി ആയിട്ട്, മലയാളത്തിനേക്കാൾ മുന്നേ അവര് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകൾ. അപ്പൊ അത് അങ്ങനെ വന്നപ്പോഴാണ് നമുക്കും അങ്ങനത്തെ ഒരു ചാൻസസ് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു പാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡൈനാമിക്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് പാടാൻ പറ്റി. I'm very sorry, ഒരു 4000 സോറി, സ്വർണ്ണക്കട്ടി ഞാൻ പാടാം ഒരു സോറി. ഹലോ ഹലോ ഹലോ, പിണങ്ങിയോ മിടുക്കി, അടങ്ങു പെൺമടി, ചിരിക്കടി ചിലന്തി, കോപമടക്കടി കാന്താരി. ഈ ഡബിങ് ചില പാട്ടുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ. പുന്നാരപ്പേടമാനെയൊക്കെ, പുന്നാരപ്പേടമാനെ ഒന്ന് നില്ല്, അത് ശ്രീകുമാരേട്ടൻ പാടിയിട്ടുണ്ട് പണ്ട്. പിന്നെ പുതിയ വെർഷൻ ഇറങ്ങിയിരുന്നു, ചിരഞ്ജീവി സാറിന്റെ പെങ്ങളുടെ മകൻ അഭിനയിച്ച രണ്ടാമത്, അതില് ഞാനാണ് പാടിയത്. അപ്പൊ അത് എന്റെ ചെറുപ്പത്തിൽ ശ്രീകുമാരേട്ടൻ പാടിയതാണ് ഞാൻ കേട്ടേക്കുന്നത്. ഭയങ്കര രസം. കാരണം അന്നാണെങ്കിൽ പോലും തെലുങ്ക് പാട്ടുകളുടെ ഒരു സ്ട്രക്ചറിങ് വേറെ സ്റ്റൈലാണ്, അവരുടെ രീതികള്, പ്രോഗ്രാമിങ്ങും
അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ വേറെ സ്റ്റൈലിലാണ് നമുക്ക് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഹിറ്റ് സോങ്സ് ഡബ്ബിങ് പാടാൻ പോയിട്ടുണ്ട്. അതേമാതിരി കൃഷ്ണ എന്ന് പറഞ്ഞ അല്ലു അർജുൻ്റെ സിനിമയിൽ ചെമ്പനീർ പൂവേ നീ അന്നേതോരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞൻ കൺമുന്നിൽ വിഴിച്ചിന്തി അത്ഭുതം അടങ്ങാതന്നു ഞാൻ അങ്ങനെ നിശബ്ദം നിൽക്കവേ എങ്ങു പോയി പ്രകാശം നൽകി നീ നിൽക്കയാണെന്നെ ഓർത്തിന്നു ഞാൻ നിറങ്ങൾക്കാവും. അങ്ങനെ കുറെ ആ സമയത്തുള്ള കുറെ നല്ല പാട്ടുകൾ ഡബിങ് സോങ്സ് പാടാൻ പറ്റും. ഈ ടിപ്പിക്കൽ പാട്ടുകളുടെ കൂട്ടത്തിൽ വരുന്നത് തന്നെയാണ് ഈ എപ്പോഴും ദിലീപേട്ടൻ്റെ സിനിമകളിൽ പാട്ടുണ്ടാവും. അപ്പം കാന്താരി പെണ്ണേ കാന്താരി പെണ്ണേ അതൊരു സിറ്റുവേഷൻ സോങ് ആണ്. അത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ ലിപ്പ് ചെയ്ത് പാടിയിട്ടുള്ളതല്ല. അത് ആ ഒരു സിറ്റുവേഷന് വേണ്ടി റീ റെക്കോർഡിങ് പോലെ അങ്ങനത്തെ ഒരു പാട്ട്. അതിങ്ങനെ കാന്താരി പെണ്ണേ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ത്രോട്ട് ചീത്തോ ഇപ്പൊ അന്നൊക്കെ ആവേശത്തിലൊക്കെ ഇട്ട് പാടുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതെ, ശൃംഗാരവേല എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലേ, ശൃംഗാരവേല, അതിനും അങ്ങനത്തെ ഒരു പാട്ട് സിറ്റുവേഷൻ സോങ്. ശൃംഗാരവേല ശൃംഗാരവേ അങ്ങനെ ഒരു പാട്ടുണ്ട്. ദിലീപേട്ടൻ ലിപ്പ് ചെയ്യാണ്ട് പാടിയിട്ടുള്ള പാട്ടുകളുണ്ട് ദിലീപേട്ടൻ്റെ സിനിമകളിൽ. കാന്താരി പെണ്ണയുണ്ട്, അതേപോലെ ശൃംഗാരവേലുണ്ട്, പിന്നെ രാംലീലയിൽ ഒരു പാട്ടുണ്ട്, ഒരു എലക്ഷൻ സോങ് ഉണ്ടായിരുന്നു, അതും പാടിയിട്ടുണ്ട്. അങ്ങനെ ലിപ്പ് അതായത് അഭിനയിച്ച് പാടാത്ത കുറെ പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ മാപ്പിളപ്പാട്ട് പാടുമ്പോഴും പക്ഷെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിന്റെ ഒരു സാധ്യതയെ അപ്സരക്ക് എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേൾവി അങ്ങനെ ആയതുകൊണ്ടാണ്. കേൾവി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ടൈപ്പ് ഓഫും കേൾക്കും. പ്രത്യേകിച്ച് കുറച്ച് മുമ്പൊക്കെയാണ് കുറെ കൂടി വെസ്റ്റേൺ സോങ്സ് ഒക്കെ ഞാൻ അന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഇഷ്ടമല്ല എന്നല്ല, പണ്ട് മൈക്കൽ ജാക്സന്റെ പാട്ടുകളും പിന്നെ അതേപോലെ ആ കാലഘട്ടത്തിലുള്ള കുറെ പാട്ടുകളൊക്കെ ഫോളോ ആയിരുന്നു. ആരൺ സ്മിത്ത്, അങ്ങനെ കുറെ പാട്ടുകാരുണ്ട്, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്, അവരുടെ പാട്ടുകൾ അതൊക്കെ എപ്പോഴും റെഗുലറായിട്ട് ഞാൻ കേൾക്കുമായിരുന്നു. അത് ഈ നമ്മുടെ കേൾവിയിൽ അതൊക്കെ കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് പാട്ട് പാടുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും. മാപ്പിള പാട്ട് പാടുമ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്ന് പാടണം, അല്ലാതെയുള്ള പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ട് പാടുന്നുള്ള ഒരു ധാരണ എപ്പോഴും വെച്ചുകൊണ്ടാണ് പാടുന്നത്. പുറത്തുനിന്ന് ഗായകരെ നമ്മൾ വിളിച്ച് പാടുന്നുണ്ടായിരുന്നു. പിന്നെ തന്നെ അതിനുശേഷം പുതുതലമുറയിൽ ഇപ്പോൾ ഹരിശങ്കറോ ഹരിചരണോ ഇപ്പോൾ കാർത്തികിനെ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് പാടിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തും പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു അഫ്സലിക്ക. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വന്നതാണ്. ഇല്ലെങ്കിൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു അവിടെ. കാരണം ലെജൻസ് ഭരിച്ചിരുന്ന ഒരു സ്പേസിലാണ് അഫ്സലിക്ക വരുന്നത്. ഇന്ന് കുറച്ചുകൂടെ മാറ്റി. ഇപ്പൊ അഫ്സലിക്ക വന്നപ്പോൾ തന്നെ കുറച്ച് മാറ്റിയല്ലോ. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്ന സ്ഥലത്താണ് ഇവരൊക്കെ വന്ന് പ്ലേസ്ഡ് ആവുന്നത്. ഇപ്പൊ വോയിസ് കൾച്ചർ മാറി. പണ്ടത്തെ രീതിയിൽ പാടാൻ പറ്റില്ല. ഇപ്പൊ ദാസേട്ടൻ വരുമ്പോ ഒരു തരത്തിൽ മാറി. എന്നിട്ട് ഇപ്പോ നിങ്ങൾ മാറ്റി ഇവിടെ എത്തി. പക്ഷെ അപ്പോഴും അഫ്സലിക്കയ്ക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഉണ്ട്, തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. കാരണം അത്തരത്തിലുള്ള പാട്ടുകൾ വരുമ്പോഴും ന്യൂ ജനറേഷന്റെ ഏറ്റവും പുതിയ പാട്ടുകളാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ റാപ്പ് സോങ്സ് ഒക്കെയാണ് കൂടുതലും സിനിമകളിൽ വരുന്നത്. ഡബ്സിയുടെയും അതേപോലെ വേടന്റെ പാട്ടുകൾ. അപ്പൊ ഞാനതൊക്കെ കേൾക്കും, എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതില്. അപ്പൊ ചില പാട്ടുകൾക്ക് അങ്ങനെ അനുകരിച്ച് നോക്കും. ഇപ്പം ബേബി ജീനൊക്കെ പാടുമ്പോൾ കായ് 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 അതൊക്കെ പറ്റും. ഡബ്സിയുടെ പാട്ട് ഞാൻ പാടാറുണ്ട്. ചില സ്റ്റേജിലൊക്കെ ഞാൻ ചില പാട്ടുകളൊക്കെ പാടും. ഡബ്സിയുടെ എന്ന് പറഞ്ഞാൽ ആ വോയിസിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ പാടുമ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ, പക്ഷെ ആ ഒരു ആക്സെന്റ് ഒക്കെ നമുക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റൈലില് പാടാം. പാട്ട് പാടുന്നു. അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ, മഞ്ഞൾ പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിൻ്റെ നായകനുണ്ണി പിറന്നേ, വിണ്ണിലോ താരകം മണ്ണിലോ ആരവം, നെഞ്ചിലോ ബാൻഡടിയോ ഓ പരാഗെ പകലിരവഴ കൊള്ളാം. അപ്പൊ അഫ്സലിക്കയ്ക്ക് ഇനി ഭാവിയിൽ ഒരുപാട് പാട്ട് പാടാനുള്ള അവസരമുണ്ട്. ഈ അഫ്സലിക്കയുടെ ടിപ്പിക്കൽ പാട്ടുകളുണ്ടല്ലോ, പഞ്ചായത്തിലെ ആ സാധനം ഇല്ല, അത് ശരിക്കും ഇനി
അഫ്സൽക്ക തന്നെയാണ്, വേറൊരാളെ നമ്മൾ ഒരു ഗായകനെ അതിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നില്ല. അത് രസമല്ലേ അങ്ങനെ അങ്ങനെ? അത് തീർച്ചയായിട്ടും, അതാണ് ഞാൻ പറയണത്. ചില പാട്ടുകൾ നമുക്കായിട്ട് തന്നെ കിട്ടിയ പാട്ടുകൾ എന്നുള്ള അങ്ങനെ പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ പ്രത്യേകിച്ച് പാട്ടുകൾ മാത്രമല്ല, അത് ആ സിറ്റുവേഷൻ അതിൽ അഭിനയിച്ച് ഇപ്പൊ ദിലീപേട്ടൻ അഭിനയിച്ചുകൊണ്ടും അതിൻ്റെ ഒരു ഇതുണ്ട്, അട്രാക്ഷൻ ഉണ്ട് പുള്ളി. അതിന് ഇപ്പൊ ആ പാട്ടാണെങ്കിലും ടു കൺട്രീസിൽ വെളുവെളുത്തൊരു പെണ്ണ്, അതൊക്കെ പുള്ളി അഭിനയിച്ച് അത് ഇതുകൊണ്ടാണ് അതിന്റെ ആ പാട്ടിനൊരു ഇമ്പാക്ട് കിട്ടിയിരിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളും പാടി വെച്ചിട്ടുണ്ട്, അത് ദിലീപേട്ടൻ എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യണമെന്നുള്ള അഭിനയിക്കുന്നതെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടാവും, നമുക്ക് ഒരു സിംഗറിനൊരു ഇതുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ അങ്ങനെ ഒരു ആ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഞാനും വരട്ടെ ഞാനും വരട്ടെ അടുമയ്ക്കാൻ കാടിനുള്ളിൽ, പോരു പുന്നാരേ പോരു പുന്നാരേ മാമ്പു പൂക്കും മാസമല്ലേ, ഓടക്കുഴലൂതിക്കൊണ്ടടുത്തിരിക്കാം, ഒരു മരച്ചായയിൽ കിടന്നുറങ്ങാം, കണ്ണാരം പൊത്താം കിന്നാരം ചൊല്ലാം, കുഞ്ഞാടിൻ കൂട്ടത്തിൽ കൂത്താടാം. ഓ, ഇതിനാണ് ശരിക്കും അഫ്സൽക്കെ വിളിക്കുന്ന എല്ലാവരും. ഈ കയറ്റം ഉണ്ടല്ലോ, ഹൈ റേഞ്ച് ഒറ്റക്കേറ്റം കുറെ പാടാൻ ഇപ്പൊ പ്രായമൊക്കെ. അങ്ങനെ കട്ട് ചെയ്ത് തന്നെ കയറുന്നത് എങ്ങനെയാ അഫ്സൽക്ക? അത് അപ്പൊ തന്നെ കയറണ്ടേ? ചില സമയത്ത് അന്ന് ആരും പാടുന്ന സമയത്ത് റെക്കോർഡിങ്സിന് പാടുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടൂലായിരിക്കും. പിന്നെ അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റെക്കോർഡ് ചെയ്യും, പിന്നെ അത് അതിന്റെ ടെക്നിക്ക് നമുക്ക് കിട്ടും. പിന്നെ ഇപ്പൊ നമുക്ക് അത് ഓക്കെ ആണ്. അത് അല്ല, ആ സെക്കൻഡിൽ തന്നെ കയറണമെങ്കിൽ ചെറിയ അഭ്യാസം പോരാ. ചില പ്രോഗ്രാമിന് കയറൂല, അങ്ങനെ പറ്റും. അതൊക്കെ ഓരോ ശാരീരിക അവസ്ഥകളൊക്കെ പോലെ ഇരിക്കും ചില സമയത്ത്. എങ്കിലും ലൈവില് പെർഫോം ചെയ്യുന്ന ഞാൻ എപ്പോഴും പേടിയോടുകൂടിയാണ് കാണുന്നത്. അപ്പൊ ലൈവില് നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് എന്നാണ് നമ്മളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ പിഴയ്ക്കാതെ എങ്ങനെയാ അത്രയും കോൺസെൻട്രേഷൻ എങ്ങനെയാ സെൽക്കാ കിട്ടുക? സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ വേറൊരു മീൻസ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് എപ്പോഴും സ്റ്റേജിൽ എനിക്ക് കിട്ടാറുണ്ട്. ഒന്നും മുകളിൽ ഒരാൾ നമുക്കൊരു ഏത് പാട്ട് പാടുമ്പോൾ ഇപ്പോൾ കൈത്തൊടി താളത്തിൻ്റെ ഹമ്മിങ് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അതേ അങ്ങോട്ട് വിട്ട് തന്നേക്കണ എത്തിച്ച് തന്നേക്കണമെന്ന് ഞാൻ പറയും. അതങ്ങനെ ചില സമയത്ത് പുള്ളി വിചാരിക്കണം എന്ന് അത് വേണ്ട, ഇത്തിരി വെള്ളി അടിച്ചോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വെള്ളി അടിച്ച ദിവസം അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നമ്മൾ മാക്സിമം ചിലപ്പോൾ നമ്മൾ ഇന്ന് ശരിയാക്കണം എന്നും പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവൂല. അപ്പൊ അതാ ഞാൻ പറയാം, നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാം ശരിയാവും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല്. ഈ ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും ഒക്കെ കൂടെ പാടിയതാണോ? അവരൊക്കെ അത് അല്ലാത്ത റെക്കോർഡ് ചെയ്ത് പോവാ? അല്ലാതെ റെക്കോർഡ് ചെയ്ത് വരില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ചിത്ര ചേച്ചിയുടെ സിനിമയിൽ ഒരു പാട്ട് മാത്രമേ പാടിയിട്ടുള്ളൂ, പാണ്ടിപ്പടയിൽ മേലെ മുകിലിൻ കൂടാരം എന്നുള്ള പാട്ട്. സുജാത ചേച്ചിയുടെ കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പൊ ഹൊസൈന ചേച്ചിയുടെ പാടിയും, പിന്നെ സാഹിറ പിന്നെ പഞ്ചായത്തില്, അങ്ങനെ ചേച്ചിയുടെ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകൾ. അപ്പൊ സാഹിറ ഓർമ്മിപ്പിച്ചപ്പോ ശരിക്കും സാഹിറ പാടിപ്പിക്കേണ്ടതായിരുന്നു. അത് രസമുള്ള പാട്ടാണ്. ഇല്ലെങ്കിൽ അതിന് പകരം നമുക്കൊരു മാപ്പിളപ്പാട്ട് വേറെ ഏതെങ്കിലും ആൽബം സോങ് പാടിയാലോ? ആൽബം സോങ്സ് തീർച്ചയായിട്ടും. ആൽബം സോങ്സ് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറേ പാട്ടുകൾ എനിക്ക് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട്. ആ സമയത്താണ് സയൻ അൻവർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടേഴ്സ് അവർ ഒരു നോർമൽ നമ്മുടെ കുറച്ച് പഴയ കാലഘട്ടങ്ങളിലുള്ള മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരൊരു കുറച്ച് മാപ്പിളപ്പാട്ടിൻ്റെ തനിമ വിടാതെ കുറച്ചും കൂടി സൗണ്ടിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തി, കുറച്ച് അറബിക് ലിറിക്സ് ഒക്കെ ചേർത്ത് അങ്ങനെ ഒരു സയൻ അൻവർ ടീം മ്യൂസിക് കൊണ്ടുവന്നത്. അപ്പം അത് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആനന്ദ കണ്ണീർ ദിനം സ്വപ്നത്തിലാണ്, ആമോഹമെല്ലാം എൻ ഹൃദയത്തിലാണ്, എന്നെന്നും ഞാൻ ഓർക്കും സ്നേഹത്തിൻ കുളിർക്കാറ്റും, ഇനിയെല്ലാം എല്ലാം അറിയുന്നോളല്ലേ, എൻ നന്മകളെല്ലാം കാണേണം, നിൻ സ്വപ്നങ്ങളെല്ലാം വിരിയണം, എൻ നന്മകളെല്ലാം കാണേണം, നിൻ സ്വപ്നങ്ങളെല്ലാം വിരിയണം. ഇങ്ങനെ കുറെ ഇതേപോലുള്ള കുറച്ച് റൊമാൻറ്റിക് സോങ്സുകൾ, പിന്നെ ഡിവോഷണൽ ഭക്തിഗാനങ്ങൾ, പിന്നെ അവരുടെ തന്നെ ജന്മം നൽകിയവൻ, അത് ഭക്തിഗാനം വരുന്നത്. അതിനുശേഷം കുറേ പാട്ടുകൾ, അത്തരത്തിലുള്ള കുറേ പാട്ടുകൾ. അതായത് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കും, അതായത് ഈ പറഞ്ഞ ഒരു പഴയ പീർ മുഹമ്മദ്, അതേപോലെ വി എം കുട്ടി മാഷി,
അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള അവർ പാടി വെച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ദാസാറിൻ്റെ വോയിസിൽ നമ്മൾ കുറേ മാപ്പിളപ്പാട്ടുകൾ കേട്ട്. അത് ഈ കുട്ടിമാഷും അതേപോലെ ബാപ്പു വെളിപ്പറമ്പ്, കോഴിക്കോട് അവക്കാക്ക, അവരുടെയൊക്കെ OM കരുവാരക്കുണ്ട്, അവരുടെയൊക്കെ ലിറിക്സും മ്യൂസിക്കിലൊക്കെ ദാസാറ്, ചിത്ര ചേച്ചിയൊക്കെ പാടി കാസറ്റുകൾ നമ്മൾ കേട്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു മാറ്റമായിരുന്നു ഞാൻ വന്നപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ. മാർക്കോസ് ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ ദാസേട്ടൻ്റെ ആ ഒരു ഇതിൽ ശ്രീകുമാറേട്ടൻ പാടുന്നത്. പിന്നെ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ മെഹബിൻ എന്ന് പറഞ്ഞ ആൽബം വന്നപ്പോഴാണ് എനിക്കൊക്കെ ഒരു അവസ്ഥ. അത് കുറേ കാലം ഞാൻ പാടി. പിന്നെ അതിന് ശേഷം വന്ന മാപ്പിളപ്പാട്ട് ആൽബംസ് പാടുന്ന താജുദ്ദീൻ വടകര, ഷാഫി കൊല്ലം, സലീം കോടത്തൂർ, അവരൊക്കെ പാടി. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇനി അതിൽ നിന്ന് ഒരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഡെപ്സിയുടെ പാട്ടുകൾ വരുന്നത്, അവരുടെ മലബാർ ഇതൊക്കെ വരുന്നത്. അപ്പം അതാണ് ഓരോ ജനറേഷന് വേണ്ടുന്ന രീതിയിൽ ഓരോ കാലഘട്ടത്തിന് സൗണ്ടിങ് ഇതൊക്കെ മാറി മാറി വരും. ഇപ്പൊ അവരുടെ ആ ഒരു സ്റ്റൈലിലുള്ള പാട്ടുകളാണ് ഇപ്പോഴത്തെ ജനറേഷന് ഇഷ്ടം. അതിനുള്ളിൽ തന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കില് മലബാർ അല്ലാത്തത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. അത് വളരെ പ്രൊഡക്റ്റീവായിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് രസമാണ്. ആ ഫൈറ്റ് ആ രീതിയിൽ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അതെ, മ്യൂസിക്കിനെ നമ്മൾ അതേ രീതിയിൽ കാണാന്നുള്ളൂ. അതിൽ പൊളിറ്റിക്സോ മതമോ ഇതൊന്നും ജാതിയൊന്നുമില്ല. നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അഫ്സലിക്ക് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ആറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കാണണമെന്നല്ല, നമ്മളൊക്കെ കാണുന്നത് അതൊരു അത്രേ ഉള്ളൂ. ഫൈറ്റാണ്. അതേ അങ്ങനെ കാണാൻ പാടുള്ളൂ, അതേ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് പിന്നെ നല്ല മെസ്സേജുകൾ ഉണ്ടാകുക എന്നുള്ളൂ. ഇപ്പം നമ്മൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടി ഉണ്ട് നമുക്ക്. ചിലപ്പോൾ നല്ല മെസ്സേജുകൾ കുറച്ച് ഇങ്ങനത്തുള്ള ചെയ്യുമ്പോഴും ചിലപ്പോൾ കോൺട്രവേഴ്സി ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള. പക്ഷെ അതിൻ്റെ കൂടെ നല്ല മെസ്സേജുകൾ വരുന്ന പാട്ടുകളും ഒക്കെ ചെയ്യണം. അപ്പൊ ആ എല്ലാത്തിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതാണ്, എല്ലാം കേൾക്കണം. എല്ലാം ഞാൻ പണ്ട് മുതലേ അങ്ങനെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, പണ്ട് കേൾവി എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. കൂടുതൽ കുറേ കേൾക്കും ഞാൻ. നമുക്കത് ഉപകാരപ്പെട്ടിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പുതിയ ആൾക്കാരുടെ പാട്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഞാനങ്ങനെ, കാരണം നമ്മൾ ജീവിക്കുന്നത് മ്യൂസിക്കിലാണ്. എന്നെ സംബന്ധിച്ചോളം നമ്മൾ മരിക്കണതും അതിലൂടെ തന്നെ ആയിരിക്കും. നമ്മളൊരു മ്യൂസിഷ്യനായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ തീരേണ്ടതെന്നുള്ളതാണ് നമുക്ക് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതുവരെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അഫ്സൽക്ക് ഇറക്കി പറയണ ഞാൻ കേട്ടായിരുന്നു. അതായത് മ്യൂസിക്കിനെ കുറച്ചുകൂടെ ആസ്വദിക്കുന്നുണ്ട് ഇപ്പോഴെന്ന്. പ്രൊഫഷൻ അപ്പുറത്തേക്ക് നമ്മൾ മ്യൂസിക്കിനെ ആസ്വദിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. ഭയങ്കര രസമാണ്. അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അപ്രോച്ച് ആയിരിക്കും. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. ഇപ്പം എനിക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസരങ്ങളോ സിനിമകളോ ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ അന്നത്തേലും ഹാപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ നടക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എന്നും നമുക്കിത് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസും വേണ്ടേ നമുക്ക്. അതിനാണ് ഇപ്പോൾ അവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തു വെച്ച ഓൾറെഡി ഉണ്ട്, അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ. അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. പിന്നെ ഈ പറഞ്ഞ നമുക്ക് കേൾക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസറ്റ് റെക്കോർഡ് ചെയ്യണം, അന്വേഷിക്കണം, CD വാങ്ങിക്കണം. ഇപ്പോൾ ഇതൊന്നുമില്ല. ഇപ്പം എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മ്യൂസിക്കുകൾ കേൾക്കുക. അത് ഇപ്പം അല്ലെങ്കിൽ പഴയ ഇപ്പം ഇന്ന് കാലത്ത് ദാസാറിൻ്റെ കച്ചേരി കുറച്ച് നേരം ഞാൻ കേട്ടുകൊണ്ടിരുന്നത് വെറുതെ. കാരണം എന്താണ് നമുക്ക് ഓരോരുത്തർ ചെയ്തു വെച്ചേക്കണ കാര്യങ്ങൾ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ദാസാറിൻ്റെ കച്ചേരി കുറച്ച് കേട്ട് കഴിഞ്ഞിട്ടാണ് SPB സാറിൻ്റെ ഒരു പാട്ട് ഞാൻ കേട്ടത്. ഇപ്പം ആസ്വദിക്കണേ നമ്മൾ. എന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ പുതിയ പാട്ട് കേൾക്കും. അപ്പോൾ പിന്നെ ലൈവിൽ നമ്മൾ ഓഡിയൻസിനായിട്ട് കുറച്ചും കൂടി ഇൻട്രാക്ഷൻ ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ടുന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ പോണത്. കാരണം നമ്മൾ കൂടുതൽ കേൾക്കുക, അത് ആസ്വദിക്കുക, അങ്ങനെ ആ രീതിയിലാണ് പോണത്. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിരിക്കും. ദിലീപേട്ടന് വേണ്ടി അവസാനം പാടിയ പാട്ട് പാടി അവസാനിപ്പിക്കാം നമുക്ക്. ഹാർട്ട് ബീറ്റ് കൂടണ്, കണ്ണിൽ വെട്ടമേറണ്, എന്തിന് ഞാൻ ചുമ്മാതെ പുഞ്ചിരിക്കണ്, മുന്നിലായൊരാൾ വന്ന് മിന്നി നിൽക്കണ്, കാതിലിതാ മോഹത്തിൻ ബാൻഡ് കൊട്ടണ്, പൊന്നും നൂല് കരളിൽ നൂറ്റ്, മിന്നും താലി തന്നോട്ടെ ഞാൻ, കാലം കാത്ത് നോമ്പെല്ലാം നോറ്റ്, എന്തോരം കാതോർത്ത് ഞാൻ. ഓ മനത്തിങ്കൾ പെൺകൊടിയേ, ഓമലായി നിൻ മുന്നിൽ തെളിയേ, തന്നന തന്നന തനന തന്നന തന്നന തന.
ഈ എനർജിയും ഈ ചുറുചുറുക്കും പിന്നെ ഈ സൗന്ദര്യവും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരിക്കും അഫ്സലിക്ക് എത്ര വയസ്സായി ഇപ്പോൾ? വയസ്സ് ഞാൻ പറയുന്നില്ല, പക്ഷെ പേരക്കുട്ടികളുണ്ട് എനിക്ക്. അപ്പൊ ആൾക്കാർ തീരുമാനിക്കട്ടെ. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു എന്ന് നേരത്തെ കല്യാണം കഴിഞ്ഞു. ഞാൻ 22 വയസ്സിൽ കല്യാണം കഴിച്ച് 23-ാം വയസ്സിൽ മൂത്ത മോളുണ്ടായി. അടിപൊളി. നേരത്തെ പറഞ്ഞവര്, രജനീഷ് പറഞ്ഞവര്, നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴാണ് നമ്മളൊരു സെലിബ്രിറ്റി ആവുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ഒക്കെ കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ്. വീട്ടിൽ തന്നെ ഉണ്ടാവും. തന്നെ ഉണ്ടാവും. തിരിച്ച് വീട്ടിലേക്ക് തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എത്തുന്ന പരിപാടിയാണല്ലോ. പക്ഷേ ഈ തിരക്കുകൾക്കിടയിലും അത് മാനേജ് ചെയ്ത് പോകുന്നത് കുറേയൊക്കെ പണ്ട് ഞാൻ പറഞ്ഞില്ല, തിരക്കുകൾ ഉണ്ടായിരുന്ന സമയത്ത് കുറേയൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പിള്ളേരുടെ വളർച്ചയൊന്നും എനിക്ക് അങ്ങനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. അവർ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടില്ല കുറേയൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ പേരക്കുട്ടികളുള്ളതുകൊണ്ട് അവന്മാരെ കൂടെ, അവർ 2 ആൺമക്കളാണ്, അവരുടെ കൂടെ കൂടുതൽ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവർ പുറത്താണ്, ജർമ്മനിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലൊക്കെ പ്രോഗ്രാമിന് മുമ്പ് ആ വഴി അവരെ കണ്ടിട്ടൊക്കെ വരുള്ളൂ. ഒരു 24-ൽ 2 പ്രാവശ്യം അവരുടെ അടുത്ത് പോയി പിള്ളേരുടെ കൂടെ കുറച്ച് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് തന്നെ. ഒരു മോനും 3 പെൺകുട്ടികളും. ഓ അടിപൊളി. മൂത്ത മോളുടെ രണ്ടാമത്തെ മോനാണ്, താഴെ 2 പെൺകുട്ടികൾ. വൈഫ് സിനി വീട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു ഡിസ്റ്റർബൻസ് തരാതെ വീട്ടുകാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു. ഓ, ഈ സുന്ദരനെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണ്. ടെൻഷനൊന്നും തരാതെ. അല്ല, നമുക്ക് എല്ലാം കൂടി ചിലപ്പോൾ ഏറ്റെടുക്കാൻ പറ്റൂല. ചില സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ പോലും ഡിസ്റ്റർബ് ചെയ്യൂല. ഒരു റൂമിൽ കയറി ഞാൻ പാട്ട് കേൾക്കാനും പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നിനും ബുദ്ധിമുട്ടിക്കൂല. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വിളിക്കും. പൊളി. അത്ര നന്നായിട്ട് സംരക്ഷിക്കുന്ന ആളാണ്. അങ്ങനെ തന്നെ പോട്ടെ. ഇടയ്ക്കൊക്കെ ശല്യപ്പെടുത്തണം കേട്ടോ. നന്ദിയുണ്ട്. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.